10 വർഷത്തിന് ശേഷം കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ UDF അധികാരത്തിൽ വന്നിട്ട് 2 മാസം പിന്നിടുകയാണ്. കേരളത്തിലെ പ്രതിപക്ഷം ആരാണെന്ന് ചോദിച്ചാൽ അത് കോൺഗ്രസിനകത്തെ ഒരു വിഭാഗമാണ് എന്നിപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായി തുടങ്ങിയിരിക്കുകയാണ്. ഇനി എത്ര നാൾ ഇവർ ഈ പ്രതിപക്ഷ റോൾ വഹിക്കും? അതെ, വി.ഡി. സതീശൻ നമ്മളേറെ പ്രതീക്ഷയോടെ കാത്തിരുന്നൊരു മുഖ്യമന്ത്രിയാണ്. അപ്പം വളരെ യങ്ങാണ്, ഡൈനാമിക്കാണ് അദ്ദേഹത്തിൻ്റെ വാക്ചാതുര്യമൊക്കെ എല്ലാവർക്കും ഒരു ആകർഷകത്വം അല്ലെങ്കിൽ സ്വീകാര്യത ഉണ്ടാക്കിയിരുന്നു. നമ്മളാരും പ്രതീക്ഷിക്കാത്ത തരത്തിലാണ് കഴിഞ്ഞ 60 വർഷം, അതായത് ഹണിമൂണിൻ്റെ തുടക്കമാണ്. ഈ ഹണിമൂൺ കാലഘട്ടത്തിൽ തന്നെ ഇത്രയധികം വിവാദങ്ങളും എതിർപ്പുകളും പാർട്ടിക്കകത്ത്, അതായത് കോൺഗ്രസിനകത്ത് നിന്ന് തന്നെ ഉണ്ടായ മറ്റൊരു മുഖ്യമന്ത്രി കേരളത്തിലുണ്ടാവില്ല. ഞാനതിൻ്റെ ഒരു നീണ്ട ലിസ്റ്റ് എടുക്കുകയുണ്ടായി. അപ്പോൾ ഗവൺമെൻറ് അധികാരത്തിൽ വന്ന് ആദ്യ ആഴ്ചയിൽ തന്നെ നമ്മൾ അറിയുന്നത് ഈ അളിയൻ വിവാദമായിരുന്നു. അപ്പം അളിയൻ വിവാദത്തെ തുടർന്ന് സണ്ണി ജോസഫിൻ്റെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ദേവസ്വം ബോർഡിൻ്റെ പ്ലീഡർ അപ്പോയിൻമെൻ്റ് ചെയ്യുന്നതായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വിഷയം. അപ്പം ദേവസ്വം ബോർഡ് മിനിസ്റ്റർ ഈ വിഷയം അറിഞ്ഞിരുന്നില്ല. മിനിസ്റ്റർ അത് തള്ളിക്കളഞ്ഞു. അപ്പം മൂന്നാമത് നമ്മൾ അറിയുന്നത് വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ വിഷയം വന്നു. അതിലും എക്സൈസ് മിനിസ്റ്റർ ഇത് അറിഞ്ഞിരുന്നില്ല. അദ്ദേഹം അതിൽ നിന്ന് തലയൂരി കാര്യം ഞാനിത് അറിഞ്ഞിട്ടില്ല എന്ന്. അപ്പം ദേവസ്വം ബോർഡ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയെ പോലെ തന്നെ എക്സൈസ് വകുപ്പ് മന്ത്രിയും സ്വയം കൈയൊഴിഞ്ഞു ആ വിഷയത്തിൽ. പിന്നീട് നമ്മൾ തുടർച്ചയായിട്ട് പല പല വിഷയങ്ങളും മുന്നോട്ട് വരുന്നു. വിഴിഞ്ഞം വന്നു. അപ്പം അതിനു മുമ്പ് തന്നെ ആദ്യം തുടക്കത്തിൽ സത്യപ്രതിജ്ഞ ചെയ്ത് നെക്സ്റ്റ് ഡേയിൽ മുഖ്യമന്ത്രിക്കെതിരായ ആദ്യത്തെ സോഷ്യൽ മീഡിയ പോസ്റ്റ് വരുന്നത് കോൺഗ്രസിൻ്റെ സ്പോക്ക് പേഴ്സൺ ആയിരുന്ന ജിൻഡോ ജോണിലൂടെയാണ്. അയാളാണ് ഈ മേനോൻ എന്നുള്ള പദപ്രയോഗം നടത്തിയതിനെതിരായിട്ട് ഒളിയമ്പ് ചെയ്തുകൊണ്ടാണ് തുടക്കം കുറിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ദിവസം കേരളത്തിലെ വി.ഡി. സതീശനെതിരായ ഏറ്റവും ശക്തമായ പ്രതിപക്ഷ ശബ്ദമായി വന്നത് ജിൻഡോ ജോണും വി.ആർ. അനൂപുമാണ്. രണ്ടും കോൺഗ്രസിൻ്റെ വക്താക്കളായിരുന്നു. ഒരുപക്ഷെ ആ തരം വീര്യം നമ്മുടെ പിണറായി വിജയൻ്റെ പ്രതിപക്ഷത്തിനുണ്ടായിരുന്നില്ല. അത് കഴിഞ്ഞിട്ടാണ് KSUവിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെ രംഗപ്രവേശം ഉണ്ടാകുന്നത്. അപ്പം കഴിഞ്ഞ ദിവസങ്ങളിൽ KSU പ്രസിഡന്റ് രംഗത്ത് വരുന്നു. അപ്പോൾ KSU പ്രസിഡന്റ് കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ കേരളത്തിൽ നമുക്കറിയാം കേന്ദ്രൻ്റെ കാലഘട്ടം മുതൽ KSU ഒരു നിർണായക റോളാണ്. ഇവരെല്ലാവരും KSUയിലൂടെയാണ്. അപ്പോൾ AK ഉമ്മൻചാണ്ടി, കരുണാകരൻ കഴിഞ്ഞാൽ ബാക്കി എല്ലാ നേതാക്കളും KSUയിലൂടെയാണ് വന്നത്. അത് വയലാർ രവി മുതൽ എല്ലാവരും KSUയിലൂടെ വന്നവരാണ്. അപ്പോൾ അത്തരം ഒരു പാരമ്പര്യമുള്ള KSUവിൻ്റെ ഒരു വിമർശനം, ആ വിമർശനത്തിന് മുഖ്യമന്ത്രിയുടെ മറുപടി, അതൊക്കെ ഒരു 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 മുഖ്യമന്ത്രിക്ക് ഒഴിവാക്കാമായിരുന്നു അത്തരം വിഷയങ്ങൾ. വേണമെങ്കിൽ നമ്മൾ ഒരു ഈ തന്ത്രജ്ഞൻ എന്നുള്ള തരത്തിൽ ഒരു ഭരണാധികാരി എന്ന് പറയുമ്പോൾ എല്ലാ വിഷയങ്ങളെയും നമ്മൾ സത്യസന്ധമായി എതിർക്കുന്ന സമീപനമല്ലല്ലോ. കുറച്ചൊരു ഡിപ്ലോമാറ്റിക് അപ്രോച്ച് എപ്പോഴും ഭരണത്തിൽ വരുമ്പോൾ ഉണ്ടാകണം. പ്രതിപക്ഷത്തെ പോലെയല്ല. പ്രതിപക്ഷത്തെ ഡിപ്ലോമസി വേണ്ട. പക്ഷേ ഭരണത്തിൽ വരുമ്പം കുറച്ച് നമ്മൾ വാക്കുകൾ സൂക്ഷിക്കണം. അപ്പോൾ KSU പ്രസിഡന്റിനെ അകറ്റി നിർത്തുക മാത്രമല്ല, അതൊരുപാട് ചർച്ചാ വിഷയമാക്കി മാറ്റി. അത് KSUവിനും ഇത്തരം വിഷയങ്ങൾ ആന്തരികമായി അത് ഉന്നയിക്കുന്നതിന് പകരം അത് മാർക്കറ്റിൽ കൊണ്ടുവന്ന് ഇടുകയാണ്. അപ്പോൾ അവിടെയാണ് നമുക്ക് മാറി നിന്ന് നോക്കുമ്പോൾ അത് നമ്മൾ പിന്നീട് നോക്കുമ്പോൾ VM സുധീരൻ ഈ നമ്മൾ വീര്യം കുറഞ്ഞ മദ്യത്തിൻ്റെ കാര്യത്തിൽ ശക്തമായ നിലപാടെടുത്തു. കരിമണൽ വിഷയത്തിൽ ശക്തമായി ഈ ഗവൺമെൻറ്റിൻ്റെ മുഖ്യമന്ത്രിയുടെ നിലപാടിനെതിരായിട്ട് VM സുധീരൻ 2 വിഷയങ്ങളും ഉന്നയിച്ചുകൊണ്ട് മുന്നോട്ട് വരികയുണ്ടായി. ADGPയുടെ വിഷയം, നമ്മുടെ അജിത് കുമാറിൻ്റെ വിഷയവും, അതുപോലെ കോൺഗ്രസിനകത്ത് ഒരുപാട് അതൃപ്തി ഉണ്ടാക്കുന്ന, അതിൽ രക്ഷാപ്രവർത്തനം നടത്തിയിട്ടുള്ള അയാളുടെ ഒരാളെന്ന് MLA ആണ് അതിൽ. അപ്പോൾ അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകൾ അതും ഒരു 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 എല്ലാവർക്കും സ്വീകാര്യമായ നിലപാടെടുക്കാൻ കഴിഞ്ഞില്ല. അതൊരു മെല്ലെപ്പോക്ക് എന്നുള്ള തരത്തിലാണ്. അപ്പം ഈ വില കുറഞ്ഞ മദ്യം ഒരുപാട് വിവാദമുണ്ടാക്കിയതാണ്. അതിനുശേഷം അത് ബഡ്ജറ്റിലൂടെ അത് നിയമസഭ പാസ്സാക്കി അതിന് നടപ്പാകുമോ ഇല്ല എന്നുള്ള മറ്റൊരു വിഷയം. അപ്പോൾ യഥാർത്ഥത്തിൽ നല്ലൊരു ഭരണാധികാരി ഒരുപാട് വാചകമടിക്കുന്നത് ശരിയല്ല. യഥാർത്ഥത്തിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ ശ്രദ്ധേയമാകുന്നത് അദ്ദേഹത്തിൻ്റെ വാക്ചാതുര്യം കൊണ്ടാണ്. പക്ഷെ ഒരു ഭരണകർത്താവ് ആകുമ്പോഴേ അത്രയും വാക്ചാതുര്യം നല്ലതല്ല. അപ്പം പലതും കൂടുതൽ കേൾക്കുകയും കുറച്ച് പറയുകയും എല്ലാവരെയും ഉൾക്കൊള്ളുകയും ചെയ്യുന്ന ഒരു ഉമ്മൻചാണ്ടി സമീപനമാണ് ശരിക്കും കോൺഗ്രസിന് കേരളത്തിന് നല്ലത്. ഉമ്മൻചാണ്ടിയുടെ ഒരു സമീപനം അങ്ങനെയായിരുന്നു. വി.ഡി. സതീശൻ അങ്ങനെയല്ല, എല്ലാത്തിനും മറുപടി പറയുന്ന തരത്തിലേക്ക്. ഇപ്പം പത്രസമ്മേളനത്തിൽ പോലും ഈ പത്രക്കാരുടെ ചോദ്യത്തെക്കാൾ ഉപരി മുഖ്യമന്ത്രിയാണ് കൂടുതൽ സംസാരിക്കുന്നത്.
സാധാരണഗതിയിൽ പത്രക്കാർ ചോദിക്കും, നമ്മളെ രാജ്യത്ത് നമ്മുടെ സംസ്ഥാനത്തിൽ പ്രധാന പത്രങ്ങളെല്ലാം രാഷ്ട്രീയ പത്രങ്ങളാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും സമുദായ സംഘടനകൾക്കും ഇവിടെ പത്രമുണ്ട്. അത് പഴയകാലത്ത് മുസ്ലിം ലീഗിൻ്റെ ചന്ദ്രിക മാത്രമാണെങ്കിൽ ഇന്ന് അതൊക്കെ മാറി സിറാജ് ഉണ്ട്, അല്ലെങ്കിൽ മറ്റു പല പത്രങ്ങളും കേരളത്തിലുണ്ട് സമുദായ സംഘടനകളിൽ. അപ്പം ചോദ്യങ്ങൾക്ക് അവരുടെ രാഷ്ട്രീയവും സമുദായ താല്പര്യങ്ങളും സ്വാഭാവികമായിട്ടും വരും. പക്ഷെ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ അതിനെതിരെ പ്രതികരിക്കുമ്പോൾ കുറച്ചുകൂടി മാന്യത പാലിക്കാമായിരുന്നു. അപ്പം സാധാരണഗതിയിൽ നമ്മൾ മുഖ്യമന്ത്രിമാരൊക്കെ ഒരു മിതഭാഷയാകുന്നതായിരിക്കും നല്ലത്. കാരണം എല്ലാം കേൾക്കുകയും കുറച്ച് മറുപടി പറയുകയും ചെയ്താൽ മതി. ഇതിൽ ഓരോ ചെറിയ വിഷയത്തിലും മുഖ്യമന്ത്രി മറുപടി പറയും. വളരെ അധികം അസഹിഷ്ണുത അദ്ദേഹം നിയമസഭയ്ക്കകത്തും പുറത്തും കാണിക്കുന്നത്. ഇപ്പം പ്രതിപക്ഷ നേതാവായി ഇരിക്കുമ്പോൾ കാണിക്കുന്ന വീര്യം മുഖ്യമന്ത്രി ആയിരിക്കുമ്പോൾ കാണിക്കേണ്ട ആവശ്യമില്ല. അതൊരു ഭരണാധികാരിക്ക് ഗുണകരമല്ല. കുറച്ചു നമ്മൾ പറയുന്ന നയതന്ത്രം എന്ന് പറയുന്നത് ഒരു ഡിപ്ലോമാറ്റിക് അപ്രോച്ച് ഭരണരംഗത്ത് അനിവാര്യമാണ്. മാത്രമല്ല വ്യത്യസ്ത കോണിൽ നിന്ന് വരുന്ന ഡിമാൻഡുകളുണ്ടാവാം. അത് ഒന്നും തന്നെ ഗവൺമെൻറ്റിനെല്ലാം അതേപടി സ്വീകരിക്കാൻ കഴിയണമെന്നില്ല. പക്ഷേ നോക്കട്ടെ, ചെയ്യാം, അല്ലെങ്കിൽ പഠിക്കട്ടെ എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല വാക്ക് പറഞ്ഞു വിടാമല്ലോ. അതിന് വരെ വഴക്ക് പറഞ്ഞു വിടുന്നതിന് പകരം നല്ല വാക്ക് പറഞ്ഞു വിടാം. ഇപ്പം തന്നെ KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് മുഖ്യമന്ത്രിയുടെ അതും ഒരു കോളേജ് വേദിയിൽ വരുമ്പോൾ അദ്ദേഹത്തെ ഒന്ന് കണ്ട് ചിരിച്ചത് കൊണ്ട് നഷ്ടമൊന്നും വരാൻ പോകുന്നില്ല. ഈവൻ SFI നേതാവായിരുന്നാൽ പോലും ഒരു മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഒരു വിഷയം ചെയ്ത് മനഃപൂർവ്വം അവഗണിച്ചതാണ്. മനഃപൂർവ്വം അവഗണിച്ചതായിരിക്കണമല്ലോ. കാരണം ഒരു കലാലയത്തിലെ പരിപാടിയാണ്. അപ്പം ഒരു സെക്രട്ടേറിയറ്റിലെ പരിപാടിയാണെങ്കിൽ KSUവിൻ്റെ നേതാവിന് വലിയ പ്രസക്തിയില്ല. അവിടെ കോൺഗ്രസിൻ്റെ KPCC പ്രസിഡന്റിന് വേണമെങ്കിൽ പ്രാധാന്യമുണ്ട്. പക്ഷേ ഒരു കലാലയത്തിൽ ചെല്ലുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും KSU നേതാവിനൊരു അവിടെ ഒരു പ്രാധാന്യം വരില്ലേ. മാത്രമല്ല ഈ KSU നേതാവ് അല്ലെങ്കിൽ പ്രസിഡന്റ് അദ്ദേഹത്തിൻ്റെ അണികളെ എങ്ങനെ അയാൾ പിന്നീട് നോക്കുന്നത്? കാരണം മുഖ്യമന്ത്രി പരിഗണിക്കാത്ത KSUവിൻ്റെ പ്രസിഡന്റിനെ എങ്ങനെയാണ് KSUവിൻ്റെ അണികൾ നോക്കിക്കാണുക? അപ്പം ഇവിടെ നമ്മൾ കാണുന്നത് ഇതൊന്നും യാദൃച്ഛികമല്ല. ഇതെല്ലാം വളരെ വെൽ കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള പ്രതിരോധങ്ങളാണ് മുഖ്യമന്ത്രിക്കെതിരെ. അതായത് 62-ൽ 45 പേരുടെ പിന്തുണയോടെ ഉണ്ടായിരുന്ന KC വേണുഗോപാൽ പുറത്താകുകയും മുസ്ലിം ലീഗിൻ്റെ കൂടെ സപ്പോർട്ടിലൂടെ ഒരു മാസ് സപ്പോർട്ടിലാണ് VD സതീശൻ മുഖ്യമന്ത്രിയാകുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ പുറകിൽ ചില ശക്തികളുണ്ടെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പം ഞാനിപ്പോൾ നോക്കിയപ്പോൾ വളരെ ദുർബലമായ പ്രതിപക്ഷമാണ് നിയമസഭയ്ക്കകത്ത് നമ്മൾ കാണുന്നത്. അതായത് പ്രതിപക്ഷം ഒന്ന് ആരോഗ്യമില്ല. നമ്മൾ പിണറായി വിജയന്റെ പ്രായം കൊണ്ടും ആരോഗ്യം കൊണ്ടും അദ്ദേഹത്തിന് ഒരു പ്രതിപക്ഷ നേതാവായിട്ട് ചടുലതയോടെ നേതൃത്വം നൽകാനുള്ള കഴിവുമില്ല. എന്നാലും ഉപനേതാവിനെ പ്രഖ്യാപിച്ചിട്ടുമില്ല. അപ്പം ആ സാഹചര്യത്തിൽ കേരളത്തിൽ പ്രതിപക്ഷത്തിൻ്റെ റോള് ഇന്ന് കോൺഗ്രസ് തന്നെ ഏറ്റെടുത്തിരിക്കുകയാണ്. സാധാരണഗതിയിൽ നമ്മുടെ മാധ്യമങ്ങളിൽ അവരുടെ വക്താക്കളായിട്ട് വരുന്ന അതിൽ പ്രധാന റോൾ വഹിക്കുന്ന രണ്ടുപേരാണ് VR അനൂപും ജിൻഡോ ജോണും. അപ്പം ജിൻഡോ ജോണ് തുടക്കം മുതൽ തന്നെ സ്വന്തം അച്ഛൻ്റെ പേരിലെ ജാതിയുടെ വാല് VD സതീശൻ പറഞ്ഞത് കേരളത്തിൽ വിവാദമുണ്ടാക്കിയത് ഇടതുപക്ഷക്കാരൊന്നും അല്ല, കോൺഗ്രസിനകത്ത് കോൺഗ്രസ് വക്താവ് തന്നെയായിരുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസവും അദ്ദേഹത്തിൻ്റെ പ്രതികരണം കണ്ടപ്പോൾ അത് ഇത് CPM ആണോ കോൺഗ്രസ് ആണോ എന്ന് നമുക്ക് സംശയം തോന്നുന്നത്. അതായത് ഗവൺമെൻറ്റിനെതിരായ വിമർശനം കോൺഗ്രസിൻ്റെ ഔദ്യോഗിക വക്താക്കളിൽ നിന്നാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ അവർ അത്തരം വിമർശനം നടത്തുന്നെങ്കിൽ അവർക്ക് അതിനുള്ള സപ്പോർട്ട് കൊടുക്കുന്നത് ആരാണ്? അവരെ ആരും ശാസിച്ചില്ല. ഇതുവരെ കോൺഗ്രസിൻ്റെ വക്താക്കളെ കോൺഗ്രസ് നേതൃത്വം ശാസിച്ചിട്ടില്ല. അപ്പം അതിനർത്ഥം അവർക്ക് മുകളിൽ നിന്നുള്ള ആശീർവാദമുണ്ടെന്നുള്ളതാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ VD സതീശനെതിരായ പ്രതിരോധം കോൺഗ്രസിനകത്ത് തന്നെ രൂപം കൊള്ളുകയാണ്. അത് ചിലരുടെ ആശീർവാദത്തോടെയാണ്. അപ്പം കേരളത്തിൽ ദുർബലമായ ഔദ്യോഗിക പ്രതിപക്ഷത്തെ മാറ്റി നിർത്തിക്കൊണ്ട് കോൺഗ്രസിനകത്തുള്ള വിമർശനങ്ങൾ പ്രതിപക്ഷത്തിൻ്റെ മുഖമുദ്രയായി മാറാനാണ് വരുന്ന ആളുകളിൽ സാധ്യത. അപ്പോൾ അത് KC വേണുഗോപാൽ തന്നെ പ്രതിപക്ഷം അല്ല, ഇത് കോൺഗ്രസിനെ സംബന്ധിച്ച് പുതുമയുള്ള കാര്യമല്ല. അപ്പം വൻപിച്ച ഭൂരിപക്ഷം നേടി കോൺഗ്രസ് അധികാരത്തിൽ വന്ന മുൻകാലഘട്ടങ്ങൾ 1960 മുതലുള്ള ചരിത്രം നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ കോൺഗ്രസ് ഒരിക്കലും മൃഗീയ ഭൂരിപക്ഷം നേടി അധികാരത്തിൽ വന്ന സമയത്തൊന്നും തന്നെ ആ ജനഹിതത്തെ മാനിച്ചിട്ടില്ല. 5 വർഷം അവർക്ക് ഭരിക്കാനുള്ള അവസരം കൊടുത്തില്ല. 60കളിലും കോൺഗ്രസ് മുഖ്യമന്ത്രി, പിന്നെ രണ്ടാമത് R ശങ്കർ മുഖ്യമന്ത്രി, ആദ്യം പട്ടംതാണുള്ള PSPയിൽ നിന്നായിരുന്നു. അപ്പം ശങ്കർക്കെതിരെ അവിശ്വാസ പ്രമേയം കോൺഗ്രസ്സുകാരെ തന്നെ കൊണ്ടുവരുന്നത്. അങ്ങനെ 5 വർഷം കാലാവധി പൂർത്തിയാക്കുന്നതിന് കോൺഗ്രസ് ഗവൺമെൻറ് താഴെ പോയി. അപ്പം പിന്നീട് മൃഗീയ ഭൂരിപക്ഷം കിട്ടി വരുന്നത് 77ലാണ്.
കരുണാകരൻ രാജൻ കേസുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിഷയത്തിൽ കരുണാകരൻ രാജിവെക്കേണ്ടി വന്നു. ആന്റണിക്കും പിന്നീട് തുടരാൻ കഴിയാതെ പോയി. പിന്നീട് അതുപോലെ കരുണാകരൻ 91 അധികാരത്തിൽ വന്നിട്ട് 4 വർഷം തികയുന്നതിന് മുമ്പേ കരുണാകരനെ പ്രതിച്ഛായയുടെ പേരിൽ കരുണാകരനെ മാറ്റി നമ്മുടെ ആന്റണിയെ മുഖ്യമന്ത്രിയാക്കി. അതുപോലെ ആന്റണി മുഖ്യമന്ത്രിയായ 2001 4 വർഷം തികയുന്നതിന് മുമ്പേ ആന്റണിയെ ഒഴിവാക്കിയിട്ട് ഉമ്മൻചാണ്ടിയെ 1 വർഷത്തോളം ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാക്കി. അപ്പം എല്ലാ കാലഘട്ടത്തിലും കോൺഗ്രസ് അധികാരത്തിൽ വരുമ്പോൾ ഭരണത്തിനെതിരായി കോൺഗ്രസിനകത്ത് നിന്നാണ് യുദ്ധം പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ഉമ്മൻചാണ്ടിക്ക് പോലും ഈ സരിതാ വിഷയം വരുമ്പോഴത്തേക്കും കോൺഗ്രസിൻ്റെ പിന്തുണ ഉമ്മൻചാണ്ടിക്കില്ലായിരുന്നു. അപ്പോൾ അദ്ദേഹം മരിച്ചതിന് ശേഷം എല്ലാവരും അദ്ദേഹത്തെ വാഴ്ത്തുന്നുവെങ്കിലും അദ്ദേഹത്തിൻ്റെ നല്ല കാലഘട്ടത്തിൽ കേരളം കണ്ട നല്ലൊരു മുഖ്യമന്ത്രിയായിരുന്നു. ഒരുപാട് വികസന കാഴ്ചപ്പാടുള്ള ഒരു മുഖ്യമന്ത്രിയായിരുന്നു. പക്ഷെ അദ്ദേഹത്തെ കോൺഗ്രസ്സുകാർ തന്നെയാണ് ഏറ്റവും കൂടുതൽ പാലിച്ചത്. ഇപ്പം നമ്മൾ ഇടതുപക്ഷത്തെക്കാൾ ഉപരി കോൺഗ്രസ്സുകാരാണ് കൂടുതൽ ഉപയോഗിച്ചത്. അപ്പോൾ വി.ഡി. സതീശനും അതേ പാതയിലൂടെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ 102 പേരുടെ ഭൂരിപക്ഷം ഉണ്ടായാലും 5 വർഷം തികയ്ക്കുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. അത് കെ.സി. വേണുഗോപാൽ വിചാരിക്കണം 5 വർഷം തികയ്ക്കണമെങ്കിൽ. അല്ലെങ്കിൽ കെ.സി. വേണുഗോപാലിനെ പോലുള്ളവർ മുന്നിൽ വന്നിട്ട് കോൺഗ്രസിനകത്ത് ഇത്തരം വിമർശനങ്ങൾ അനുവദിക്കില്ല. കാരണം ആഭ്യന്തരമായി പറയേണ്ട വിഷയങ്ങൾ, നമ്മൾ ഈ പറഞ്ഞ പല വിഷയങ്ങളും കോൺഗ്രസിനകത്ത് പറയേണ്ട വിഷയങ്ങളാണ്. അത് പരസ്യമായി റോഡിൽ വന്ന് ചർച്ച ചെയ്യേണ്ട വിഷയങ്ങളല്ല. അതിൽ പോഷക സംഘടനകളുടെ പരാതി ഉണ്ടെങ്കിൽ, മറ്റ് പരാതികളുണ്ടെങ്കിൽ ഇതൊക്കെ തന്നെ പരസ്യമായി ചർച്ച ചെയ്യേണ്ട വിഷയമല്ല. ഉദാഹരണത്തിന് ഗവൺമെൻറ് പ്ലീഡർ അപ്പോയിൻറ്റ് ചെയ്യുന്നത് ഒരു സംഘടന കൊടുക്കുന്ന ലിസ്റ്റിൽ നിന്ന് അപ്പോയിൻറ്റ് ചെയ്യാൻ പാടില്ല, നിയമം അനുസരിച്ചിട്ട്. നമ്മുടെ നാട്ടിൽ അതാണ് വ്യവസ്ഥയെങ്കിൽ പോലും അത് ശരിക്കും നമ്മളെ സത്യപ്രതിജ്ഞയ്ക്ക് എതിരാണ്. നമ്മളത് നിങ്ങളുടെ ബന്ധുക്കളെ അപ്പോയിൻറ്റ് ചെയ്യാനല്ലല്ലോ നിങ്ങൾ മുഖ്യമന്ത്രിയാകുന്നത്. അപ്പം കോൺഗ്രസിൻ്റെ സംഘടന കൊടുക്കുന്ന പാനലിൽ നിന്നാണ് ഈ പറഞ്ഞ വിമർശന വിധേയമായ അഡ്വക്കേറ്റുമാർ വന്നത് എന്ന് മുഖ്യമന്ത്രി ന്യായീകരിക്കുന്നതും പരസ്യമായി ന്യായീകരിക്കുന്നതും ശരിയല്ല. കാരണം അങ്ങനെ വരാൻ പാടില്ല. മെറിറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് അപ്പോയിൻറ്റ് എടുത്തത് ലീഗലി. പക്ഷെ അങ്ങനെ നോക്കുമ്പോൾ കോൺഗ്രസ് തന്നെ കോൺഗ്രസിനെ തോൽപ്പിക്കുന്ന തരത്തിലേക്കുള്ള ശ്രമങ്ങൾ പരസ്യമായ വിഴുപ്പലക്കല്ല. നമ്മൾ മീഡിയ യുഗത്തിലാണ് നിൽക്കുന്നത്, സോഷ്യൽ മീഡിയ കാലഘട്ടത്തിലാണ്. അപ്പം ചാനൽ ചർച്ചകൾ ഞാൻ കഴിഞ്ഞ ദിവസം നോക്കിയപ്പോൾ ഈ വി.ഡി. സതീശൻ സർക്കാരിനെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന മനോരമ ചാനലാണ് പോലും ഈ തരത്തിൽ ചർച്ച ചെയ്യേണ്ടി വന്ന സാഹചര്യം വരുന്നുണ്ട്. അപ്പം കോൺഗ്രസിനെ ആര് നേരായ വഴിയെ നയിക്കുമെന്നുള്ളതാണ്. ഇപ്പം രാഹുൽ ഗാന്ധിയിൽ നിന്ന് ഞാനൊന്നും പ്രതീക്ഷിക്കുന്നില്ല. അപ്പം അങ്ങനെ വരുമ്പോൾ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തെ ആര് തിരുത്തും? അല്ലെങ്കിൽ നാളെ ഇത്തരം വിമർശനങ്ങൾ ഒരുപാട് മുന്നോട്ട് പോകും. അങ്ങനെ വരുമ്പോൾ യഥാർത്ഥ പ്രതിപക്ഷം അത് CPM നയിക്കുന്ന പ്രതിപക്ഷമായിരിക്കുമോ അതോ വേണുഗോപാലിൻ്റെ പക്ഷമാകുമോ എന്നുള്ളതായിരിക്കും നമ്മളിനി കാണാൻ പോകുന്നത്. മിക്കവാറും ഇത്തരം ചർച്ചകൾക്ക് മറുപടി പറയേണ്ടത് ഇതിന് നായകത്വം നൽകുന്ന വേണുഗോപാൽ പക്ഷം തന്നെയാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.